ഇടുക്കി പുല്ലുപാറയ്ക്ക് സമീപം KSRTC ബസ് താഴ്ചയിലേക്ക് മറിഞ്ഞ് 3 മരണം. മാവേലിക്കരയിൽ നിന്ന് തഞ്ചാവൂരിലേക്ക് വിനോദയാത്ര പോയ ബസ്സാണ് അപകടത്തിൽപ്പെട്ടത്. ഇപ്പോൾ വിശദാംശങ്ങളുമായി ബിനീഷ് ആന്റണി ചേരുന്നുണ്ട്. ബിനീഷ്, വലിയൊരു അപകടമാണ് ഉണ്ടായിരിക്കുന്നതെന്നാണ് ദൃശ്യങ്ങളിൽ കാണാൻ സാധിക്കുന്നത്. എങ്ങനെയാണ് ഈ ഒരു അപകടം ഉണ്ടായത്? എത്ര പേരാണ് ഈ യാത്രയിൽ ഉണ്ടായത്? കൂടുതൽ വിശദാംശങ്ങൾ എന്താണ്? അത് വലിയൊരു അപകടമാണ് ഇന്ന് രാവിലെ ഉണ്ടായത്. ഇന്ന് രാവിലെ 6 മണിയോടെയാണ് ഈ അപകടം ഉണ്ടായത്. മാവേലിക്കരയിൽ നിന്നും 5-ാം തീയതിയാണ് തഞ്ചാവൂർ, മധുര എന്നിവിടങ്ങളിൽ തീർത്ഥാടന യാത്ര നടത്തി തിരികെ വന്ന സഞ്ചരിച്ച ഈ KSRTC ബസ് നിയന്ത്രണം നഷ്ടമായി മാറിയത്. കൊട്ടാരക്കര ദിണ്ടുഗൽ ദേശീയപാതയിൽ മുറിഞ്ഞുപുഴയ്ക്കും പെരുന്താനത്തിനുമിടയിൽ പുല്ലുപാറയ്ക്ക് സമീപത്ത് വെച്ചാണ് ഈ ബസ് മറിഞ്ഞത്. ഇറക്കം മറിഞ്ഞു വന്ന ബസിന്റെ നിയന്ത്രണ നഷ്ടമായി അപകടം കാരണമെന്നാണ് ഒരു പ്രാഥമിക നിഗമനം ഉണ്ടായിരിക്കുന്നത്. ഏതായാലും ബസ്സിൽ 34ഓളം യാത്രക്കാരും അതുപോലെ 3 ജീവനക്കാരുമാണ് ഉണ്ടായിരുന്നത്. ഇതിൽ 3 പേരാണ് മരണപ്പെട്ടത്. ഇതിൽ 2 പേരുടെ നില ഗുരുതരമാണ്. ഈ ഗുരുതരമായ പരിക്കേറ്റ 2 പേരെ പാല ആശുപത്രിയിലേക്ക് മാറ്റിയിട്ടുണ്ട്. ബാക്കി പരിക്കേറ്റ മറ്റുള്ളവരെ മുണ്ടക്കയത്തെ സ്വകാര്യ ആശുപത്രിയിലും അതോടൊപ്പം തന്നെ കാഞ്ഞിരപ്പള്ളി ആശുപത്രികളിലെല്ലാം തന്നെ മാറ്റിയിട്ടുണ്ട്. അതോടൊപ്പം തന്നെ ഫയർഫോഴ്സും നാട്ടുകാരും എത്തിയാണ് ഇവിടെ രക്ഷാപ്രവർത്തനം നടത്തിയത്. ഏതെല്ലാം നിയന്ത്രണം നഷ്ടമായ ഈ അരിയിലെ ഡിവൈഡറിൽ അടിച്ച ശേഷം വലിയ താഴ്ചയിലേക്ക് മറിയുകയായിരുന്നു. താഴെ മരങ്ങളിൽ തട്ടി നിന്നതുകൊണ്ടാണ് ഒരു വലിയ അപകടം ഒഴിവായതെന്ന് വേണം പറയാൻ. മരിച്ച 3 പേർ മാവേലിക്കര സ്വദേശികളാണെന്നാണ് നമുക്ക് അറിയാൻ സാധിച്ചത്. അതിൽ ഇവരുടെ മൃതദേഹം മുണ്ടക്കായം ആശുപത്രിയിൽ സൂക്ഷിച്ചിരിക്കുകയാണ്. ഏതായാലും പോലീസും നാട്ടുകാരും കൃത്യസമയത്ത് എത്തി ഫയർഫോഴ്സ് അടങ്ങുന്ന ആളുകളും എത്തി ഈ ബാക്കി പരിക്കേറ്റവരെ വിവിധ ആശുപത്രികളിൽ പ്രവേശിപ്പിച്ചിട്ടുണ്ട്. എന്താ ഈ പരിക്കേറ്റവരെ എല്ലാവരെയും ആശുപത്രിയിലേക്ക് മാറ്റിയോ അതോ ഇനി ഇപ്പോഴും രക്ഷാപ്രവർത്തനം നടന്നുകൊണ്ടിരിക്കുകയാണോ? ഇല്ല, രക്ഷാപ്രവർത്തനം പൂർണ്ണമായി തന്നെ കഴിഞ്ഞു. ഏതായാലും പരിക്കേറ്റ 2 പേരുടെ നിലയാണ് ഗുരുതരമായി ഉണ്ടായിരുന്നത്. അവരെ പാല ഹോസ്പിറ്റലിലേക്ക് മാറ്റിയിട്ടുണ്ട്. ബാക്കിയുള്ള ആളുകൾ കാഞ്ഞിരപ്പള്ളി ആശുപത്രിയിലും അതോടൊപ്പം തന്നെ മുണ്ടക്കായം ആശുപത്രിയിലും പരിക്കേറ്റവർ ചികിത്സയിലാണ്. ശരി ബിനേഷ്, ഇടുക്കി പുല്ലുപാറയ്ക്ക് സമീപത്താണ് KSRTC ബസ് താഴ്ചയിലേക്ക് മറിഞ്ഞ് അപകടമുണ്ടായിരിക്കുന്നത്. നിലവിൽ 3 മരണമാണ് സ്ഥിരീകരിച്ചിരിക്കുന്നത്. 34ഓളം പേർ ബസ്സിലുണ്ടായിരുന്നു എന്നാണ് അറിയാൻ സാധിക്കുന്നത്. വിശദാംശങ്ങളാണ് ബിനീഷ് ആന്റണി നൽകിയത്.